إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൽ മാലോകരോടായി ചോദിക്കുന്ന ഒരു ചോദ്യം, അറബി ഭാഷയിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു കാര്യത്തെ ആഴത്തിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ പറയാൻ പോകുന്ന കാര്യത്തെ കൂടുതൽ ഉറപ്പിച്ചു തരാൻ വേണ്ടിയുമാണ്. അംലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസ വ ഇബ്രാഹിം അല്ലദീ വഫ. ഖുർആൻ ചോദിക്കുന്നത് അല്ല, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുഹുഫിലുള്ളതും ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏടിൽ ഉള്ളതുമായ കാര്യത്തെക്കുറിച്ച് താങ്കൾ അവർക്ക് വിവരമറിയിച്ചുവോ, അവർക്ക് പറഞ്ഞു കൊടുത്തുവോ? ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഏടിലുള്ള സംഗതി എന്താണ് എന്നാണ് തുടർന്ന് അള്ളാഹു ആ ചോദ്യത്തിന് ശേഷം വിശദീകരിക്കുന്നത്. മൂസാ നബിയുടെയും ഇബ്രാഹിം അലൈഹിസ്സലാം അഥവാ മുൻകാല പ്രവാചകന്മാരുടെ ഏടുകളിൽ രേഖപ്പെടുത്തിയ ആ സത്യം, അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരുത്തന്റെ പാപഭാരവും മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല.
വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഏതൊരു വ്യക്തിക്കും അയാൾ ഇൻഡിവിജ്വലായി ചെയ്തതല്ലാതെ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. വഅന്ന സഅയഹു സൗഫ യുറാ. ഏതൊരു വ്യക്തിയാണെങ്കിലും അവന്റെ അധ്വാനം, അവന്റെ സഅയ്, അവന്റെ പരിശ്രമം സൗഫ യുറാ, ഭാവിയിൽ അതവന് കാണിച്ചു കൊടുക്കും, അവന് കാണിക്കപ്പെടും. ഇതാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. ഓരോ മനുഷ്യനും ഹൃദയം തൊട്ട് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ പാഠങ്ങൾ മുൻകാല പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതുപോലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനുമായി അത് പറഞ്ഞു, പ്രത്യേകം എടുത്തു പറഞ്ഞു പഠിപ്പിച്ചു തരികയാണ്. അതിലാദ്യം പറഞ്ഞത്, ഒരുത്തൻ ചെയ്ത തെറ്റ്, അവന്റെ പാപം, ആ പാപത്തിന്റെ പ്രതിഫലം അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് ഏറ്റെടുക്കാൻ വേറെ ഒരാളും ഉണ്ടാവില്ല എന്ന തത്വമാണ്. നമുക്കറിയാം, ഇത് അള്ളാഹു വിശദീകരിക്കുന്നത് ആഖിറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഭൗതിക ലോകത്തെ മനുഷ്യർ പല അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതവൻ ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടിയാവാം. ഹറാമ് ചെയ്യുന്നത്, ഹറാമായ കച്ചവടം നടത്തുന്നത്, ഹറാമുമായി ബന്ധപ്പെടുന്നത്, അവന് പല ന്യായങ്ങളും അതിന് പറയാനുണ്ടാകും. കുടുംബം പോറ്റാനാണ്, മക്കൾക്ക് വേണ്ടിയാണ്, അവർക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ പാപങ്ങൾക്കും മനുഷ്യൻ പല ന്യായങ്ങളും കണ്ടെത്താറുണ്ട്. പക്ഷെ അവൻ അറിയേണ്ട ഒരു സത്യം, ഈ തെറ്റുകളുടെ മുഴുവനും കുറ്റമേറ്റെടുക്കേണ്ടി വരുന്ന, അതിൻ്റെ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം വരുന്ന നേരത്ത് ഒരാളും ഉണ്ടാവില്ല. തൻ്റെ പാർട്ടിക്കു വേണ്ടി, തൻ്റെ സംഘടനയ്ക്കു വേണ്ടി, തൻ്റെ കൂട്ടായ്മക്കു വേണ്ടി, തൻ്റെ താല്പര്യങ്ങൾക്കു വേണ്ടിയൊക്കെ ആവാം ഈ കൊള്ളരുതായ്മകൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രതിഫലം അനുഭവിക്കേണ്ടി വരുന്നൊരു ദിവസമുണ്ട്, നാളുണ്ട്. അന്ന് കൂട്ടുകാരുണ്ടാവില്ല, കുടുംബക്കാരുണ്ടാവില്ല, മക്കളുണ്ടാവില്ല, ബന്ധുജനങ്ങളുണ്ടാവില്ല. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. ഏതൊരാളും അവൻ ചെയ്ത തെറ്റിന്റെ പ്രതിഫലം ഒറ്റക്ക് വാങ്ങേണ്ടി വരുന്ന ഒരു ദിനമുണ്ട് എന്ന് ഖുർആൻ അടിക്കടി ഓർപ്പിക്കുന്നുണ്ട്. മുജുമലായും മുഫസ്സലായും ഖുർആൻ ഇക്കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സൂചനകളിലൂടെയും വിശദീകരിച്ചും ഖുർആൻ ഇത് പറയുന്നുണ്ട്. ആഖിറത്തിനെ പറ്റി പറഞ്ഞപ്പോ, പരലോകത്തെ പറ്റി പറഞ്ഞപ്പോ അള്ളാഹു ഇത് വിശദമായി പറഞ്ഞില്ലേ സൂറത്തുൽ മആരിജിൽ? എന്താ റബ്ബ് അവിടെ പറഞ്ഞത്? യൗമ തകൂനു സ്സമാഉ കൽ മുഹൽ വതകൂനുൽ ജിബാലു കൽ ഇഹിൻ വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ആകാശം ഉരുകി വീഴുന്നൊരു ദിനമുണ്ട്. വതകൂനുൽ ജിബാലു കൽ ഇഹിൻ, പാറിപ്പോകുന്ന പഞ്ഞിക്കെട്ടുകളെ പോലെ പർവ്വതം ആയിത്തീരുന്നൊരു ദിവസമുണ്ട്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറ്റ ചങ്ങാതി, കൂട്ടുകാരൻ, ചങ്ക് ബ്രോ എന്നൊക്കെ പറഞ്ഞു നടന്ന ആളുകൾ തന്റെ കൂട്ടുകാരനെ അന്വേഷിക്കില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. പിന്നെ കൂട്ടുകാരൻ കൂട്ടുകാരനെ അന്വേഷിക്കില്ല. എന്തുകൊണ്ട്? കാണാതായി പോകുന്നത് കൊണ്ടല്ല, കാണാമറയത്തായി പോകുന്നത് കൊണ്ടല്ല. യുബസ്വറൂനഹും, ഖുർആൻ പറയുന്നു, അവർ പരസ്പരം കാണും. കൂട്ടുകാരൻ കൂട്ടുകാരനെ കാണും, വാപ്പ ഉമ്മയെ കാണും, മക്കൾ മാതാപിതാക്കളെ കാണും. പക്ഷേ ആ ദിവസത്തിൽ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി. കുറ്റവാളിയായി റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഇതാ വാപ്പ പാപിയാണെങ്കിൽ വാപ്പ ഉമ്മയെ കണ്ടാൽ, ഉമ്മ പാപിയാണെങ്കിൽ ഉമ്മ വാപ്പയെ കണ്ടാൽ, ബന്ധുജനങ്ങൾ ബന്ധുജനങ്ങളെ കണ്ടാൽ, സഹോദരങ്ങൾ സഹോദരനെ കണ്ടാൽ, യവദ്ദുൽ മുജ്രിമു, ആ കുറ്റവാളികൾ ആ ദിവസം കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി, അല്ലാഹുവേ ഇന്നെനിക്ക് നീ വിധിക്കുന്ന ശിക്ഷയിൽ നിന്ന് അതിന് പ്രായശ്ചിത്തമായി എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ, എൻ്റെ സ്നേഹിതന്മാരെ പകരമായി നീ സ്വീകരിക്കുമോ? എന്നെ ഒഴിവാക്കിത്താ അല്ലാഹ്, എന്നെ നീ രക്ഷപ്പെടുത്തിത്താ അല്ലാഹ്. നിനക്ക് ശിക്ഷിക്കാൻ ഒരാളെ പോരെ? എൻ്റെ ഇണയെ നീ ശിക്ഷിച്ചു കൊള്ളുക, എൻ്റെ ഉപ്പയെ നീ ശിക്ഷിച്ചു കൊള്ളുക, എൻ്റെ ഉമ്മയെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊള്ളുക, എൻ്റെ സഹോദരങ്ങളെ നീ എനിക്ക് പകരം സ്വീകരിച്ചു കൊള്ളുക. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി,
ആ മഹാപാപി ചിന്തിക്കുന്നത്, ആ മഹാപാപി പരലോകത്ത് വെച്ച് ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും വമൻ ഫിൽ അർളി ജമിഅൻ സുമ്മ യുൻജി, ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ ജീവിച്ച് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും എനിക്ക് പകരമായി നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്താമോ എന്നവൻ കൊതിക്കും. ഖുർആൻ പറയാണ്, അവന്റെ ആഗ്രഹം ഖുർആൻ വിശദീകരിക്കണം. എന്നിട്ട് അള്ളാഹു മറുപടി നേരത്തെ പറഞ്ഞു വെച്ചു, കല്ലാ ഇന്നഹാ ലളാ നസ്സഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല. ഒരിക്കലും നിന്റെ ദുരാഗ്രഹം അവിടെ നടപ്പാവുകയില്ല. ദുനിയാവിലെ കോടതിയിൽ നിന്റെ പ്രതാപം കൊണ്ട്, നിന്റെ സ്റ്റാറ്റസ് കൊണ്ട്, നിന്റെ കയ്യിലുള്ള പണം കൊണ്ട് പല കുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പകരക്കാരെ വെച്ച് നീ പോന്നിട്ടുണ്ട്. ആ ദുനിയാവിലെ കോടതിയിൽ നീ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൈക്കൂലി കൊടുത്തും കരിഞ്ചന്ത നടത്തിയും പകരക്കാരെ നീ ജയിലറകളിലേക്ക് വിട്ട് സ്വസ്ഥമായി പുറം ലോകത്ത് നീ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആ ലോകമല്ല. ഇന്നഹാ ലളാ, ഇത് കത്തിയാളുന്ന ലളയാകുന്ന നരകമാണ്. നസ്സഅതൻ ലിശ്ശവാ, നിന്റെ തൊലി കുരിച്ചു കളയുന്ന കത്തിയാളുന്ന നരകമാണിത്. അതുകൊണ്ട് ഇവിടെ നിന്റെ ആ വേല നടപ്പാവുകയില്ല എന്ന് പറയപ്പെടുമെന്ന് ഖുർആൻ പഠിപ്പിച്ചു. അപ്പൊ ഒരു മനുഷ്യൻ അവൻ ചെയ്ത തെറ്റ് അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോ അവൻ ഒറ്റക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് തിരിച്ചറിവ് ആരവിടെ ഉണ്ടായിട്ടും കാര്യമില്ലെന്ന് ഖുർആൻ പറഞ്ഞു. ഹദീസിൽ അത് പഠിപ്പിച്ചു. അബുൽ അംബിയ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ മക്കളുടെ കൂട്ടത്തിൽ എടുത്തു പറയപ്പെടുന്ന പ്രവാചകൻ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആഖിറത്തിലെത്തുമ്പോൾ സ്വന്തം ഉപ്പയെ കണ്ടുമുട്ടുന്ന രംഗത്തെ സംബന്ധിച്ച് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് പലതവണ നമ്മൾ കേട്ടതാണ്. യൽഖാ ഇബ്രാഹിം അബാഹു ആസറ യൗമൽ ഖിയാമ, സ്വന്തം ഉപ്പയെ ഇബ്രാഹിം നബി ആഖിറത്തിൽ വെച്ചുകൊണ്ട് പ്രത്യേകമായ അലങ്കാര വസ്ത്രങ്ങൾ ധരിച്ച് നാളെ പ്രതാപിയായി അള്ളാഹുവിന്റെ മുന്നിൽ തലയുയർത്തി ഇബ്രാഹിം നബി വരുമ്പോ സ്വന്തം ഉപ്പ ചെളി പിടിച്ച് പൊടി പുരണ്ട് ആഖിറത്തിൽ കടന്നു വരുന്ന രംഗത്ത് സ്വന്തം വാപ്പയെ കാണുമ്പോ ആ ഉപ്പയൊരിക്കലേക്ക് ഓടിച്ചെല്ലുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഇമാം ബുഖാരി ഉദ്ധരിച്ചു. സ്വന്തം വാപ്പയെ കാണുമ്പോ ഇബ്രാഹിം നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം അക്കുല്ലക ലാ തഅസിനി, ഉപ്പാ ഒരുപാട് തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്നെ ധിക്കരിക്കരുത് എന്ന്. ഏക ഇലാഹിനെ മാത്രം ഇബാദത്ത് ചെയ്ത് റഹ്മാനായ റബ്ബിന് കീഴൊതുങ്ങണമെന്ന് നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, പക്ഷെ നിങ്ങളത് സ്വീകരിച്ചില്ല. എന്തു പറ്റി നിങ്ങൾക്ക്? ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അനുഭവം. ആ സന്ദർഭത്തിൽ ആ ഉപ്പ മകനോട് പറയുന്നുണ്ട്, ഉപ്പ മകനെ, ഉപ്പക്ക് തെറ്റുപറ്റിയടാ, അബദ്ധം പിണഞ്ഞടാ, ഇന്നില്ല ആശ്വയിക്കല്യവും, അന്ന് തെറ്റിപ്പോയി, പക്ഷെ ഇന്ന് ഞാൻ നന്നായി. കാര്യം ഞാൻ കാണേണ്ടത് കണ്ടു, മനസ്സിലാക്കി. ഇനി ഒരിക്കലും മകനെ നിനക്കെതിരെ ഞാൻ നിൽക്കില്ല എന്ന് സ്വന്തം മകനോട് പിതാവ് പറയുന്ന നേരത്ത് ആരാണ്? ഖലീലുള്ളയാണ്, അള്ളാഹുവിന്റെ മലക്കൂത്തുകളെ കണ്ട പ്രവാചകനാണ്. സ്വന്തം മകനെ പോലും അള്ളാഹുവിനെ സമർപ്പിക്കാൻ ബലിയെറുക്കാൻ ഒരുങ്ങിയ വ്യക്തിത്വമാണ്. ആ ഇബ്രാഹിം നബി ഇരു കരങ്ങളും ഉയർത്തി റബ്ബിനോട് പറയുകയാണ്, യാ റബ്ബ് ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂൻ, പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന നാളിൽ എന്റെ മനസ്സിനെ വേദനിപ്പിക്കില്ലെന്ന്, എന്നെ വിഷമിപ്പിക്കില്ലെന്ന് നീ എനിക്ക് തന്ന വഅദയാണല്ലോ, വാഗ്ദാനമാണല്ലോ. ഫഅയ്യു ഖിസ്യിൻ അഖ്സാ മിൻ അബിൽ അബ്അദ്, എന്റെ വാപ്പ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ വലിയ ദുഃഖം എനിക്കെന്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുളുണ്ട്. അഥവാ എന്റെ ഉപ്പ എനിക്ക് തിരിച്ചു തരണമെന്ന്, എന്റെ വാപ്പ എനിക്ക് വേണമെന്ന് പരലോകത്ത് വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുമ്പോ റബ്ബ് നൽകുന്ന മറുപടി ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തി. എന്താണ് ആ മറുപടി? ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, അധർമ്മകാരികളായ നന്ദികെട്ട അവിശ്വാസികളായ മനുഷ്യർക്ക് സ്വർഗം നിഷിദ്ധമാണ്. ഇവിടെ ഇബ്രാഹിമിന്റെ വാപ്പ എന്ന പരിഗണനയില്ല, ഇബ്രാഹിമിന്റെ വാപ്പ എന്ന പരിഗണനയില്ല. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സമ്പത്ത് കൊണ്ടോ മക്കളെ കൊണ്ടോ ഉപകാരമില്ലാത്ത ദിനമാണെന്ന്, സലീമായി രക്ഷപ്പെട്ട തൗഹീദുള്ള ഖൽബുമായി വന്നവനല്ലാതെ രക്ഷയില്ലാത്ത ദിവസമാണെന്ന് പറഞ്ഞു ആട്ടിപ്പായിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവിനെ. ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല റദ്ദ് ചെയ്യുകയാണ്. ഖുർആനും അതുപോലെ തന്നെ അതിന്റെ വിശദീകരണമായി വന്ന ഹദീസുകളും അക്കാര്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പിന്നെ ആ ഹദീസിന്റെ ബാക്കിയിൽ കാണുന്നത് ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ നിന്ന് പിതാവിന്റെ കോലം മാറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി ഉപ്പയെ നോക്കുമ്പോ ഉപ്പയല്ല പിന്നെ കാണുന്നത് ഫഇദാ ഹുവ ബിദീഖിൻ മുൽതതിഖ്, ചെളി പിടിച്ചു നിൽക്കുന്ന ഒരു കഴുതപ്പുലിയായി
ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ കോലം മാറ്റി ഫയുഖദു ബിഖവാഇമിഹി ഫയുൽഖാ ഫിന്നാർ, ആ കഴുതപ്പുലിയുടെ കൈകാലുകൾ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മനസ്സിലാക്കണം, ഇത് തന്നെയല്ലേ നൂഹ് നബിയുടെ കാര്യത്തിൽ പറഞ്ഞത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ, സ്വന്തം ചോരയിൽ പിറന്ന മകൻ, ആ മകൻ വാപ്പയോട് തർക്കിച്ചിട്ട് അവസാനം ആ മകനെ രക്ഷപ്പെടുത്താൻ ഉപ്പയുടെ ഉൾത്തടം ഇങ്ങനെ തുടിക്കുന്ന നേരത്ത് അതിനുവേണ്ടി മകനെ പിടിക്കാനും, മോനെ നീ വാടാ ഇറുക്കമ്മാന കേരള കപ്പലിൽ രക്ഷപ്പെട്ടുകൊള്ളുക, റബ്ബിന്റെ ശിക്ഷയാണ് വരുന്നതെന്ന് പറയുമ്പോഴും തർക്കം കാണിച്ച് കുതർക്കം നടത്തി ഉപ്പയോടൊപ്പം കപ്പലിൽ കയറാതെ തർക്കിച്ച് നിന്ന മകനെ നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ്, നൂഹ് നബി ആ മകനെ കണ്ടു നിൽക്കുമ്പോൾ തന്നെയാണ് ഫഹാല ബൈനഹുമാ, ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അതുപോലെ മകന്റെയും ഇടയിൽ ഒരു തിരയങ്ങ് വന്ന് പൊങ്ങി താഴുമ്പോ ആ തിരക്കുള്ളിൽ പെട്ടുകൊണ്ട് സ്വന്തം മകൻ കൈകാലിട്ടടിച്ച് മുങ്ങിത്താടുന്നത് നോക്കി നിന്ന ഉപ്പ അത് കണ്ടപ്പോ ആ പിതാവിന്റെ ഖൽബ്, ഹൃദയം പിടിച്ചിട്ട് പറഞ്ഞു, യാ റബ്ബ്, യാ റബ്ബ്, ഇന്നബിനി മിൻ അഹ്ലി, എന്റെ കുടുംബക്കാരനാണ് അല്ലാഹ്, എന്റെ മകനാണ് അല്ലാഹ് ആ മരിക്കുന്നതെന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടിയുണ്ട്, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം. വിവരമില്ലാത്തത് ചോദിക്കരുത്, വിവരമില്ലാത്തത് പറയരുത് നൂഹേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തിരുത്തി കൊടുക്കുകയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് റബ്ബ് തിരുത്തി കൊടുക്കുകയാണ്. ആ പാപവുമായി ആ മകൻ ഉപ്പയിൽ നിന്ന് അകന്നു പോവുകയാണ്. നരകത്തിലെ അഹ്ലുകാരെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞത് നൂഹ് നബിയുടെ ഭാര്യയാണ്, ലൂത്ത് നബിയുടെ ഭാര്യയാണ്. ഫഖീല ഉദ്ഖുലന്നാർ മഅദ്ദാഖിലീൻ, അവരോട് പറയപ്പെടുക, നൂഹിന്റെ ഭാര്യയെ നരകത്തിലേക്ക് നീ പോയിക്കോ, ലൂത്തിന്റെ ഭാര്യയെ നരകത്തിലേക്ക് നീ പോയിക്കോ എന്ന് നാളെ ആഖിറത്തിൽ നൂഹ് നബിയുടെ ഭാര്യയോട്, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയോട് പറയുമെന്ന് ഖുർആൻ പറയാണ്. നൂഹ് നബിയോടൊപ്പം ജീവിച്ച വ്യക്തി, ജീവിതം പങ്കിട്ട വ്യക്തി നരകത്തിലാണ്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ജീവിതം പങ്കിട്ട ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ നരകത്തിലാണ്. ഖുർആൻ നസായത് പഠിപ്പിച്ചു തന്നു. എന്തുകൊണ്ട്? വാപ്പ നല്ലവനാണ്, ഭർത്താവ് നല്ലവനാണ്, ഉപ്പ നല്ലവനാണ്, പക്ഷേ മകൻ നന്നായില്ല, ഭാര്യ നന്നായില്ല. വാപ്പ അമല് ചെയ്തു, അതല്ലെങ്കിൽ മകൻ പുണ്യം ചെയ്തു, നാളെ ആഖിറത്തിൽ വന്ന് എന്റെ മകന്റെ പുണ്യം, അവൻ സ്വാലിഹായിരുന്നു, ഞാൻ വടക്കായിരുന്നു, അതുകൊണ്ട് എന്റെ മകന്റെ പേരിൽ ഇല്ല. എന്റെ ഭർത്താവ് നല്ലവനായിരുന്നു, ഞാനോ വടക്കായിരുന്നു, അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ പേരിൽ ഇല്ല. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, ഒരുത്തന്റെ പാപഭാരവും മറ്റൊരുത്തൻ വഹിക്കുകയില്ല. ഇത് വിശുദ്ധതയും പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇത് അടിസ്ഥാനപരമായി ഉൾക്കൊള്ളേണ്ട ഒരു ആശയമാണ്. ഈ വിഷയം മനസ്സിലാകാതെ പോയതുകൊണ്ട് ലോകത്ത് കുഫ്റുകൾ സംഭവിച്ചു, ലോകത്ത് ശിർക്കുകൾ സംഭവിച്ചു. ഇത് മനസ്സിലാകാതെ പോയതുകൊണ്ട് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിന്റെ ശുദ്ധീകരണം മാത്രമല്ല, നേരെ മറിച്ച് അടിസ്ഥാനപരമായി മനുഷ്യന്റെ വിശ്വാസങ്ങളിൽ പോലും വ്യതിയാനം സംഭവിച്ചു. അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ ഈ വിശ്വാസത്തിൽ വന്ന വ്യതിയാനത്തിന്റെ പേരിൽ ഒരു മതം പോലും രൂപപ്പെട്ടത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ ഒരു മതം രൂപപ്പെട്ടു വന്നു. അതെങ്ങനെയാണ്? ലോകത്ത് പാപിയായി പിറന്ന മനുഷ്യരുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് അവസാനം ഇതാ കുരിശിലേറി മനുഷ്യന്റെ സർവ്വ പാപവും, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്തു കൂട്ടിയ മനുഷ്യന്റെ ആദിപാപമടക്കമുള്ള സർവ്വ പാപങ്ങളും യേശു ഏറ്റെടുത്തു മരിച്ചുപോയി എന്ന് പറയുന്ന അബദ്ധ വിശ്വാസം, കുഫ്ർ. അദ്ദേഹം കുരിശിലേറിയത് പോലും അതിനുവേണ്ടിയാണെന്ന് പറയുന്ന കുഫ്ർ ലോകത്ത് സംഭവിച്ചത് ഈ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, അടിസ്ഥാനപരമായി ഒരുത്തന്റെ പാപഭാരം ഏറ്റെടുക്കാൻ വേറെ ഒരാളും വരില്ല എന്ന് പഠിപ്പിക്കുന്ന ആശയം തെറ്റിപ്പോയതാണ്. മനസ്സിലാക്കണം, ഈസാ നബിയുടെ കാര്യത്തിൽ സംഭവിച്ച രണ്ടബദ്ധങ്ങൾ, അതിലൊരബദ്ധം എന്താ? അദ്ദേഹം കുരിശിലേറി എന്ന് പറയുന്ന അബദ്ധമാണ്. ജൂതന്മാരാണത് പറഞ്ഞത്, യഹൂദികളാണത് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിൽ അല്ലാഹു പറഞ്ഞു, ഫമാ നഖ്ലിഹിം മീസാഖഹും വകുഫ്രിഹിം ബിആയാതില്ലാഹ് വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫ് ബൽ തബഅ അല്ലാഹു അലൈഹാ ബികുഫ്രിഹിം ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീലാ വബികുഫ്രിഹിം വഖൗലിഹിം അലാ മർയമ ബുഹ്താനൻ അളീമാ وقولهم إنا قتلنا المسيح عيسى بن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك منه. വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി പറഞ്ഞു തന്നു,
എന്തുകൊണ്ടാണ് യഹൂദികൾ ശാപത്തിന് വിധേയരായത് എന്ന് വിശദീകരിക്കുന്നിടത്ത് അല്ല പറഞ്ഞു അവരുടെ കുഫ്റാണ്. ഒന്ന്, അവർ മറിയമിന്റെ പേരിൽ ബുഹ്താൻ പറഞ്ഞു. മേരി അഥവാ മറിയം വ്യഭിചാരിണിയാണെന്ന് ജൂതൻ വിളിച്ചു പറഞ്ഞു. യേശുവിനെ അല്ലെങ്കിൽ ഈസാ നബി ഗർഭം ചുമന്നതിന്റെ പേരിൽ ആ ഗർഭിണിയായി വന്ന മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നോക്കി അവർ വ്യഭിചാരിണി എന്ന് വിളിച്ചു. അവിടെ നിന്നിങ്ങോട്ട് ഇന്നുവരെ ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിനെ വ്യഭിചാരിണിയായി ചിത്രീകരിച്ചു, വേശ്യയായി ചിത്രീകരിച്ചു. മറിയമിന്റെ പേരിൽ അവർ ബുഹ്താൻ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു മറിയം, ഞങ്ങൾ മറിയമിന്റെ മകൻ ഈസയെ കൊന്നു. അല്ലാഹുവിന്റെ റസൂലായ ഈസയെ കൊന്നു. ഖുർആന മറുപടി പറഞ്ഞു ഒരിക്കലും ഈസാ നബിയെ കുരിശിലേറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ കുരിശിലേറ്റിയിട്ടില്ല. അദ്ദേഹത്തെ അവർ വധിച്ചിട്ടുമില്ല. അതിനവർക്ക് കഴിഞ്ഞിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സദൃശ്യപ്പെടുത്തിയതാണെന്ന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി, ഈസാ നബിയുടെ മാതാവിന് വേണ്ടി ജൂതന്മാർ പറഞ്ഞു പരത്തിയ കൊള്ളരുതായ്മകളുടെ പേരിൽ അതിന് മുഴുവനും മറുപടി പറഞ്ഞൊരു വേദഗ്രന്ഥത്തിന്റെ പേരാ ഖുർആൻ. ഈസാ നബിയുടെ പേരിൽ പറഞ്ഞു പരത്തിയ കളവുകൾ, ഈസാ നബിയുടെ ഉമ്മയുടെ പേരിൽ പറഞ്ഞു പരത്തിയ കളവുകൾ, ആ കളവുകൾക്ക് ഖുർആൻ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു കൊടുത്തു. ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മറിയം ബീവിയും പരിശുദ്ധപ്പെടുത്തി. ആര്? വിശുദ്ധ ഖുർആൻ. മനസ്സിലാക്കണം. കാരണം ഈസാ നബിയുടെ പേരിലും ഈസാ നബിയുടെ ഉമ്മയുടെ പേരിലുമാണ് ലോകത്ത് വലിയൊരു വിഭാഗം ആളുകൾ കുഫറിലേക്ക് വീണുപോയത്. ഒരു ഭാഗത്ത് അവരെ എതിർത്തുകൊണ്ട് കടന്നു വന്ന ആളുകൾ, വേശ്യയെന്ന് മറിയം ബീവി വിളിച്ച് കടന്നു വന്ന ആളുകൾ, ഖുർആൻ അവർക്ക് മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലും മറിയം അലൈഹിസ്സലാം വ്യഭിചരിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ മറിയം ബിവി അഡ്രസ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു വാചകമാണ് അഹ്സനത് ഫർജഹ, അവർ പരിശുദ്ധയായിരുന്നു. അതുകൊണ്ട് ലോകത്ത് വിശ്വാസികൾക്കുള്ള മാതൃകയായി അള്ളാഹു 2 സ്ത്രീകളെ അവതരിപ്പിച്ചപ്പോ, ഒന്ന് ഫറോവയുടെ ഭാര്യ ഇംറഅതു ഫിർഔൻ, ഫറോവയുടെ ഭാര്യ വിശ്വാസികളുടെ മാതൃകയാണ് എന്ന് പറഞ്ഞു. 2 വമറിയം ബനത്ത് ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ, ചാരിത്രം കാത്തു സൂക്ഷിച്ച് പതിവ്രതയായി പരിശുദ്ധയായി ജീവിച്ച മേരി, മറിയം എന്ന് ഖുർആൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ലോകത്ത് യഹൂദികൾ യേശുവിന്റെ പേരിലും യേശുവിന്റെ മാതാവിന്റെ പേരിലും പറഞ്ഞു പരത്തിയ അപരാധം ഖുർആൻ ഏറ്റുപിടിച്ചില്ല. ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഒരു ജനതയോടുള്ള വെറുപ്പിന്റെ പേരിൽ ഇതാ അവരുടെ ശത്രുവിന്റെ ശത്രുമിത്രം എന്ന നിലപാട് ഖുർആൻ സ്വീകരിച്ചില്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ജൂതന്മാരെ ഗണ്ണിച്ചിട്ട് പറഞ്ഞു, ഇല്ല, അവർ വ്യഭിചരിച്ചിട്ടില്ല, വ്യഭിചാരിണിയല്ല. ഇത് അത്ഭുതമാണ്, വിശുദ്ധ ഖുർആന്റെ അത്ഭുതമാണ്. ഈ അടുത്ത കാലഘട്ടത്ത് ദീനിലേക്ക് കടന്നു വന്ന വിശുദ്ധ ഇസ്ലാം പുൽകിയ ഒരു ക്രൈസ്തവ സഹോദരി പറഞ്ഞൊരു ന്യായമുണ്ട്. അവരുടെ ഇസ്ലാം അത് സ്വീകരിച്ചതിന്റെ ന്യായമായി അവർ പറഞ്ഞൊരു വാചകമുണ്ട്. അവർ പറഞ്ഞത്, എന്നെ ചിന്തിപ്പിച്ചത് മേരിയാണ്, മറിയമാണ്. കാരണം ബൈബിൾ പറയുന്നു, വേദങ്ങൾ പറയുന്നു, ചരിത്രം പറയുന്നു, ജൂതന്മാർ മേരിയെ വ്യഭിചാരിണി എന്ന് വിളിച്ചു, വ്യഭിചാരിണിയായി മുദ്രകുത്തി. സ്വാഭാവികമായും അവിടെ സംശയമുണ്ട്. തോറയിൽ ഒരു നിയമമുണ്ട്, ഒരു നാട്ടിലെ ഒരു സ്ത്രീ വ്യഭിചരിച്ചാൽ അല്ലെങ്കിൽ ഒരു ആണോ പെണ്ണോ വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലണമെന്ന നിയമമുണ്ട് തോറയിൽ. സ്വാഭാവികമായും മേരിയെ നോക്കി അവർ വിചാരണി എന്ന് വിളിച്ചുവെങ്കിൽ എന്തുകൊണ്ട് തോറയുടെ നിയമം മേരിയുടെ മേൽ നടപ്പാക്കിയില്ല എന്ന ഒരു സംശയം, അതിന് ഉത്തരം തേടിയാണ് ഞാൻ ഇസ്ലാമിൽ എത്തിയത് എന്ന് അവർ വ്യക്തമാക്കുകയാണ്. അവരെ ഇന്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് ഖുർആനിൽ മറുപടി കിട്ടിയോ? അവർ പറഞ്ഞു, മറുപടി കിട്ടി. എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ നിങ്ങൾക്ക് മറുപടി കിട്ടിയത്? അവർ പറഞ്ഞു, മറിയമിൽ നിന്ന്. സൂറത്ത് മറിയം, മേരി എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഖുർആനിൽ, ആ അധ്യായത്തിൽ നിന്നാണ്. അവിടെ എവിടെയാ മറുപടി ഉള്ളത്? വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് അവർ കാണിച്ചു കൊടുത്തു തന്റെ ഇന്റർവ്യൂ ചെയ്ത ആളുകൾക്ക്. മറിയം അലൈഹിസ്സലാം ഗർഭം ധരിച്ചിട്ട് നാട്ടിലേക്ക് ഇറങ്ങി, ആളുകൾ അറിഞ്ഞു, അവർ പ്രസവിച്ചു. മാത്രമല്ല ആളുകൾ അവരുടെ കൂടെ അവരുടെ ചുറ്റും ഓടിക്കൂടിയിട്ട് മേരി അവർ ചോദ്യം ചെയ്തു. എന്താ അവർ ചോദിച്ചത്? വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, യാ മറിയം ലഖദ് ജിഅതി ശൈഅൻ ഫരിയ യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗ വമാ കാനത് ഉമ്മുകി ബഗിയ. മേരി, മറിയമേ, നിന്റെ വാപ്പ കൊള്ളരുതാത്തൊരു മനുഷ്യനല്ലല്ലോ, നിന്റെ ഉമ്മ കൊള്ളരുതാത്തൊരു സ്ത്രീയല്ലല്ലോ, നീ നല്ല കുടുംബത്തിൽ പിറന്നവളല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് നീ ഈ പണി ചെയ്തു എന്ന് നാട്ടുകാർ ചുറ്റും കൂടി വിചാരണ ചെയ്തപ്പോ
വിചാരണ ചെയ്തപ്പോ വിശുദ്ധ ഖുർആനാണ് ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഫഅശാറത് ഇലൈഹി, അവർ ആ കുട്ടിയെ ചൂണ്ടി നിന്നു, ആ കുഞ്ഞിനെ ചൂണ്ടി നിന്നു, താൻ പ്രസവിച്ച കുഞ്ഞിനെ ചൂണ്ടി നിന്നു. അവർ ചോദിച്ചു, ഖാലു, എന്താ ഈ കാണിക്കുന്നത്? കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, ഈ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി എന്തു പറയാനാ ഞങ്ങളോട്? ആ കുട്ടി എന്തിനാ നീ ചൂണ്ടുന്നത്? അപ്പോഴാണ് അത്ഭുതകരമായി ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ. അത്ഭുതകരമായി ആ കുട്ടി തൊട്ടിലിൽ കിടന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ കുട്ടി പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ, അല്ലാഹ് എനിക്ക് വേദഗ്രന്ഥം നൽകി. വജഅലനി നബിയ, അല്ലാഹ് എന്നെ നബിയാക്കി. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കി മാറ്റി. എന്നിട്ട് ആ സ്ത്രീ പറയുന്നത്, ദീൻ സ്വീകരിച്ചവർ പറയുന്നത്, അന്ന് ആ തൊട്ടിലിൽ കിടന്ന് കുട്ടി സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവർ മേരി എറിഞ്ഞുകൊല്ലുമായിരുന്നു, തോറയുടെ നിയമം നടപ്പാക്കുമായിരുന്നു. അപ്പോ എന്തുകൊണ്ട് വ്യഭിചാരിണി എന്ന മറിയത്തെ വിളിച്ച ആളുകൾ തോറയിലെ നിയമം അവരുടെ കാര്യത്തിൽ നടപ്പാക്കിയില്ലെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ്, വിശദീകരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്നൊരു ഇസ്ലാം വിമർശകനുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ലോകത്ത് ഖുർആനിലല്ലാതെ ഒരു ചരിത്ര ഗ്രന്ഥത്തിലോ വേറൊരു ഗ്രന്ഥത്തിലോ ഇത്തരം ഒരു പരാമർശം ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്തിനാ അദ്ദേഹം പറയുന്നത്? ഇതിനൊരു റെഫറൻസ് ഇല്ല ഖുർആനല്ലാതെ. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പറയാണ്, ഖുർആനല്ലാതെ വേറൊരു ചരിത്ര ഗ്രന്ഥത്തിലോ മറ്റെവിടെങ്കിലുമോ ഇത് രേഖപ്പെടുത്തിയത് ഞാൻ കാണുന്നില്ല, അതിനൊരു റെഫറൻസ് ഇല്ല, അതുകൊണ്ട് അത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഒരു ഭാഗത്ത് കൊണ്ട് ഈ വിശുദ്ധ ആയത്തുകളെ തള്ളാൻ ശ്രമിക്കുമ്പോ മറുഭാഗത്ത് ബൈബിള് പഠിച്ച ആളുകൾ, ക്രൈസ്തവനായി ജീവിച്ച ആളുകൾ, അവര് വിശുദ്ധ ഖുർആന്റെ ഈ പരാമർശം കണ്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം ഇത് കൃത്യമായ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഇത് ഖുർആനാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ രൂപത്തിൽ മറിയമിന്റെ പരിശുദ്ധി ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. ആരാണ് ഈസാ അലൈഹിസ്സലാം? തെറ്റിദ്ധരിച്ച മനുഷ്യർ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുരിശിലേറ്റി എന്ന് പറഞ്ഞ ആളുകൾ, അവർക്ക് ഖുർആൻ മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലും അദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടില്ല, അദ്ദേഹം ഉയർത്തിയതാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നഹു ലഇൽമുൽ ലിസ്സാ, അദ്ദേഹം ലോകാവസാനത്തിന്റെ അറിയിപ്പാണ്. മറ്റൊരു ഖിറാഅത്ത് പ്രകാരം വഇന്നഹു ലഅലമുൽ ലിസ്സാ, അദ്ദേഹം ലോകാവസാനത്തിന്റെ അടയാളമാണ്. അപ്പോൾ വളരെ കൃത്യമായി ആ സംശയത്തിന് മറുപടി കൊടുത്തു ഖുർആൻ. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെയായി മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരിക്കലും അദ്ദേഹം ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവത്തിന്റെ അവതാരവുമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു വേദക്കാരെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, ഇന്നമൽ മസീഹു ഈസ ഇബ്നു മർയമ റസൂലുള്ളാഹ് വകലിമതുഹു അൽഖാഹ ഇലാ മർയമ വറൂഹും മിൻഹു. മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ്, കലിമത്താണ്, അള്ളാഹുവിന്റെ കലിമത്താണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇപ്പോൾ വാപ്പയില്ലല്ലോ, സംശയിക്കണ്ട. ഖുർആൻ പറഞ്ഞു, ഈസാ നബിയുടെ ഉപമ കമത്തലി ആദം, ആദമിനെ പോലെയാണ്. വാപ്പയില്ലാതെ കുട്ടി ജനിച്ചു എന്ന് കണ്ടപ്പോ അള്ളാഹുവിന്റെ കലിമത്താണ് അദ്ദേഹം എന്ന് പറയുമ്പോ അദ്ദേഹം ദൈവമാൻ തെറ്റിദ്ധരിക്കണ്ട. ഈസാ നബിയുടെ ഉപമ കമത്തലി ആദം, ആദമിന്റെ ഉപമ പോലെയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് വാപ്പയില്ല, ഉമ്മയില്ല. അപ്പോ ദൈവപുത്രനാകാൻ അവകാശപ്പെട്ട ഒരാള്, പിതാവില്ലാതെ ജനിച്ചതിന്റെ പേരിൽ അവകാശപ്പെട്ട ഒരാളുണ്ടായിരുന്നെങ്കിൽ വാപ്പ ഇല്ല, അദ്ദേഹം പിതാവിന്റെ സാന്നിധ്യത്തിൽ ഉമ്മയുടെ സാന്നിധ്യം മാത്രമുണ്ടായിടത്ത് ജനിച്ച ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആണോ? ഉപ്പയുമില്ല, ഉമ്മയുമില്ല. കമസലി ആദം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ പോലെയാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ആ സംശയത്തിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം റസൂലാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് ഫആമിനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകനിലും വിശ്വസിക്കൂ. വലാ തഖൂലു സലാസ, നിങ്ങൾ ഒരിക്കലും ത്രിത്വം എന്ന് പറയരുത്, ത്രിത്വം എന്ന് പറയരുത്. അതുകൊണ്ട് ഇൻദഹു ഖൈറൻ ലക്കും, ഈ വാദം നിങ്ങൾ ഉപേക്ഷിക്കുക, ഈ വാദം നിങ്ങൾ ഉപേക്ഷിക്കുക. ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, അള്ളാഹു ഏക ഇലാഹാണ്, സുബ്ഹാനഹു, അവൻ പരിശുദ്ധനായിരിക്കുന്നു. ഏത് വിഷയത്തിൽ? അയ്യകൂന ലഹു വലദ്, അവന് ഒരു സന്താനമുണ്ടാവുക എന്ന കാര്യത്തിൽ അള്ളാഹു പരിശുദ്ധനാണ്. ലം യലിദ് വലം യൂലദ്, അവന് മക്കളില്ല, സന്താനത്തെ ഉൽപ്പാദിപ്പിക്കില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരാൾക്കൊരു കുട്ടി ഉണ്ടായാൽ തൻ്റെ സവിശേഷതകൾ കുട്ടിയിലേക്ക് വരും. ഏകൻ എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകും.
ഏകൻ എന്നുള്ളത് ഇതാ ബഹുത്വത്തിലേക്ക് മാറും. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനഹു അയ്യകൂന ലഹു വലദ്, അള്ളാഹുവിന് സന്താനമുണ്ടാവുക എന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വകഫാ ബില്ലാഹി വകീല. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അപ്പോൾ വിശ്വാസപരമായി ഒരു സമൂഹത്തിന് വൈകല്യം സംഭവിക്കാൻ പോലും കാരണമായ ഒരു ആശയഗതി, തെറ്റായ ആശയത്തെ തിരുത്തി വിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു, അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖറ, ഒരുത്തന്റെ പാപഭാരവും മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഏതൊരുത്തനും അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. വഅന്ന സഅയഹു സൗഫ യുറാ, ഏതൊരുത്തനും അവന്റെ അധ്വാനം, അവന്റെ പരിശ്രമം, അവൻ നേടിയത് നാളെ ആഖിറത്തിൽ അവൻ കാണേണ്ടി വരും എന്ന അടിസ്ഥാനപരമായ ആശയം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ വിശ്വാസപരമായ ഉറപ്പിനും നമ്മുടെ വ്യക്തിപരമായ ശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ സാമൂഹികമായ മാറ്റത്തിനുമൊക്കെ ഉപകരിക്കുന്ന ഒരു വലിയ ആശയതലമാണ് ഖുർആൻ നമുക്ക് കൈമാറി തരുന്നത് എന്ന് ഉൾക്കൊള്ളുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ നിലവിലുള്ള ഡിസംബറിൻ്റെ ഈ വെള്ളിയാഴ്ചയുടെ ഈ നേരത്ത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ദീനിൻ്റെ യഥാർത്ഥമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ അഹ്ലുകാരായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന والمسلمين أجمعين واستغفروه إنه هو الغفور الرحيم.